പെബിൾസ് മലയാളം. ഹായ്, നമസ്കാരം. പെബിൾസിലേക്ക് സ്വാഗതം. സാഹിത്യ ക്വിസ്. LP, UP, ഹൈസ്കൂൾ, ഹയർ സെക്കൻഡറി തലങ്ങളിൽ സാഹിത്യ ക്വിസിൽ ചോദിക്കാറുള്ള ചോദ്യങ്ങളും അവയ്ക്കുള്ള ഉത്തരങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോവാം. ഒന്നാമത്തെ ചോദ്യം: 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം ഏത്? 13-ാം നൂറ്റാണ്ടിൽ മലയാള സാഹിത്യത്തിൽ രൂപം കൊണ്ട കാവ്യപ്രസ്ഥാനം ഏത്? ഉത്തരം മണിപ്രവാളം. ആരുടെ രാജ്യസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി? ആരുടെ രാജ്യസദസ്സിലെ കവിയായിരുന്നു ചെറുശ്ശേരി? ഉത്തരം ഉദയവർമ്മ രാജ. മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ കൃതി ഏത്? മലയാളത്തിൽ രചിക്കപ്പെട്ട ആദ്യത്തെ സമ്പൂർണ്ണ രാമായണ കൃതി ഏത്? ഉത്തരം രാമകഥ പാട്ട്. പ്രധാന തുള്ളൽ രൂപങ്ങൾ ഏതെല്ലാം? പ്രധാന തുള്ളൽ രൂപങ്ങൾ ഏതെല്ലാം? ഉത്തരം ഓട്ടൻ, പറയൻ, ശീതങ്കൻ. ഭക്തകവി എന്നറിയപ്പെടുന്നത് ആര്? ഭക്തകവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം പൂന്താനം. കഥകളിയുടെ ആദ്യ രൂപം ഏത്? കഥകളിയുടെ ആദ്യ രൂപം ഏത്? ഉത്തരം രാമനാട്ടം. രാമചരിതം രചിച്ചത് രാമായണത്തിലെ ഏതു കാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? രാമചരിതം രചിച്ചത് രാമായണത്തിലെ ഏതു കാണ്ഡത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ്? ഉത്തരം യുദ്ധകാന്ഡം. കണ്ണശരാമായണം എഴുതിയത് ആര്? കണ്ണശരാമായണം എഴുതിയത് ആര്? ഉത്തരം രാമപ്പണിക്കർ. മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് ഏത്? മലയാളത്തിലെ ആദ്യ സാഹിത്യ പ്രസ്ഥാനമായി അറിയപ്പെടുന്നത് ഏത്? ഉത്തരം പാട്ടുസാഹിത്യം. കണ്ണശന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര്? കണ്ണശന്മാർ അറിയപ്പെട്ടിരുന്ന മറ്റൊരു പേര് നിരണം കവികൾ. പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? പ്രാചീന കവിത്രയം എന്നറിയപ്പെടുന്നത് ആരൊക്കെയാണ്? ഉത്തരം എഴുത്തച്ഛൻ, ചെറുശ്ശേരി, കുഞ്ചൻ നമ്പ്യാർ. കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? കൃഷ്ണഗാഥയുടെ കർത്താവ് ആര്? ഉത്തരം ചെറുശ്ശേരി. മണിപ്രവാള സാഹിത്യത്തിലെ പ്രധാന ഭാഷകൾ ഏതെല്ലാം? മണിപ്രവാള സാഹിത്യത്തിലെ പ്രധാന ഭാഷകൾ ഏതെല്ലാം? ഉത്തരം സംസ്കൃതം, മലയാളം. ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചതാര്? ഓമനത്തിങ്കൾ കിടാവോ എന്ന താരാട്ടുപാട്ട് രചിച്ചതാര്? ഉത്തരം ഇരയമ്മൻ തമ്പി. മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? മണിപ്രവാളം എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഉത്തരം മുത്തും പവിഴവും. കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം ആരുടെ വരവോടുകൂടിയാണ് ഉദയം ചെയ്തത്? കേരളത്തിൽ ഭക്തി പ്രസ്ഥാനം ആരുടെ വരവോടുകൂടിയാണ് ഉദയം ചെയ്തത്? ഉത്തരം കണ്ണശന്മാർ. മലയാള സാഹിത്യത്തിലെ ആദ്യ പാട്ടുകൃതി ഏത്? മലയാള സാഹിത്യത്തിലെ ആദ്യ പാട്ടുകൃതി ഏത്? രാമചരിതം. പാട്ടുസാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരുന്ന കൃതി ഏതാണ്? പാട്ടുസാഹിത്യത്തിൻ്റെ ലക്ഷണങ്ങൾ നിർണയിച്ചിരുന്ന കൃതി ഏതാണ്? ഉത്തരം ലീലാതിലകം. മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആര്? മലയാള സാഹിത്യത്തിലെ ആദ്യ മഹാകവി ആര്? ഉത്തരം ചെറുശ്ശേരി. ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഋതുക്കളുടെ കവി എന്നറിയപ്പെടുന്നത് ആര്? ഉത്തരം ചെറുശ്ശേരി. തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? തുള്ളൽ പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവ് ആര്? ഉത്തരം കുഞ്ചൻ നമ്പ്യാർ. കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ കൃതി ഏത്? കുഞ്ചൻ നമ്പ്യാരുടെ ആദ്യ കൃതി ഏത്? ഉത്തരം കല്യാണ സൗഗന്ധികം. പൂന്താനത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാം? പൂന്താനത്തിൻ്റെ പ്രധാന കൃതികൾ ഏതെല്ലാം? ജ്ഞാനപ്പാന, സന്താനഗോപാലം പാന, ശ്രീകൃഷ്ണ കർണാമൃതം. ജ്ഞാനപ്പാന, സന്താനഗോപാലം പാന,
ശ്രീകൃഷ്ണ കർണാമൃതം. മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏത്? മലയാള സാഹിത്യത്തിലെ ആദ്യ ലക്ഷണമൊത്ത നോവൽ ഏത്? ഇന്ദുലേഖ. മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? മലയാളത്തിലെ ഏറ്റവും വലിയ നോവൽ ഏത്? അവകാശികൾ. മലയാളം ഏത് ഭാഷാ കുടുംബത്തിൽ പെടുന്നു? മലയാളം ഏത് ഭാഷാ കുടുംബത്തിൽ പെടുന്നു? ഉത്തരം ദ്രാവിഡ ഭാഷാ കുടുംബം. ആധുനിക മലയാള ഭാഷയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ രചിച്ചതാര്? ആധുനിക മലയാള ഭാഷയുടെ അടിസ്ഥാന ഗ്രന്ഥങ്ങൾ രചിച്ചതാര്? ഉത്തരം AR രാജരാജവർമ്മ. കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? കേരള വാത്മീകി എന്നറിയപ്പെടുന്നത് ആരാണ്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. സഞ്ചാര സാഹിത്യത്തിൽ പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ. സഞ്ചാര സാഹിത്യത്തിൽ പ്രശസ്തനായ മലയാള സാഹിത്യകാരൻ. ഉത്തരം SK പൊറ്റക്കാട്. മലയാള വ്യാകരണത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്ന കൃതി ഏത്? മലയാള വ്യാകരണത്തിൻ്റെ അടിത്തറ എന്നറിയപ്പെടുന്ന കൃതി ഏത്? ഉത്തരം കേരള പാണിനീയം. മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏതാണ്? മലയാളത്തിലെ ആദ്യ ചെറുകഥ ഏതാണ്? ഉത്തരം വാസന വികൃതി. പെബിൾസ് മലയാളം.